ശുഭനായ വ്ളോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. എന്താ മുഖമൊക്കെ ഇങ്ങനെ വെള്ളമായിട്ടിരിക്കുന്നത്. ഞാനിപ്പം നന്നായിട്ട് മുഖം വാഷ് ചെയ്തിട്ട് വന്നിരിക്കുക കേട്ടോ. നമ്മളിന്ന് നല്ലൊരു ഫേസ് പാക്കാണ് മുഖത്തിടാൻ പോകുന്നത്. ഞാൻ കുറേ ദിവസം പനിയൊക്കെ പിടിച്ച് പായ്ക്കുകളും ഒന്നും നമ്മുടെ ഓയിൽ മാത്രം എൻ്റെ മുഖത്ത് തേക്കുന്നുള്ളായിരുന്നു. ഞാൻ എന്ത് ചെയ്താലും അത് നിങ്ങളെയും കാണിച്ചുകൊണ്ടേ ഞാൻ ചെയ്യത്തുള്ളൂ. ഞാനൊന്നും രഹസ്യമായിട്ട് എൻ്റെ മുഖത്ത് ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾ പലരും എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ശുഭേ നമ്മുടെ ഓയിൽ തേക്കുമ്പോൾ മറ്റുള്ള പായ്ക്കുകളും മസാജുകളും ഫേഷ്യലുകളും ഒക്കെ ചെയ്യാവോ എന്ന് ചോദിക്കുന്നുണ്ട്. ഒരു കുഴപ്പവുമില്ല. ഞാൻ എൻ്റെ മുഖത്ത് ചെയ്തല്ലേ നിങ്ങളെ കാണിക്കുന്നത്. അപ്പോൾ ഒരു കുഴപ്പവുമില്ല കേട്ടോ. നമുക്ക് ഒരു കുഴപ്പവുമില്ല. നമ്മൾ എന്ത് മുഖത്തിടുന്നതിനും യാതൊരു കുഴപ്പവുമില്ല ഓയിൽ തേക്കുമ്പോൾ. കാരണം ഓയിൽ നമ്മുടെ സ്കിന്നിന് കളർ വരാനും സ്കിന്നിന് ഗ്ലോ വരാനും സ്കിന്നിലെ കരിമങ്കല്യം ഉണ്ടെങ്കിൽ അത് മാറാനും കറുത്തപ്പാടുണ്ടെങ്കിൽ അത് മാറാനും ചിക്കൻ ബോക്സ് വന്നിട്ടുണ്ടെങ്കിൽ അത് മാറാനും അങ്ങനെ ഓരോ കറുപ്പുകൾ നിങ്ങളുടെ അസുഖത്തിൻ്റെ ഭാഗമായിട്ടുള്ള PCOD വന്നിട്ടുള്ളവരുടെ കഴുത്തെ കാണത്തില്ല ഫുള്ളിങ്ങനെ കറുപ്പ്, അങ്ങനെയുള്ള കറുപ്പ് മാറാനും എല്ലാം എൻ്റെ ഓയിൽ നല്ലതാണ് കേട്ടോ. ഒരുപാട് ആൾക്കാർ തേച്ച് ഓരോരുത്തരോട് പറഞ്ഞു ഒരുപാട് ആൾക്കാർ എൻ്റെ ഓയിലിപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ വേറൊരു ഭയങ്കര എനിക്കൊരു അത്ഭുതമായിട്ട് തോന്നുന്ന കാര്യം, ഡോക്ടർമാർ ഒരുപാട് ആൾക്കാരുണ്ട് നമ്മുടെ ഓയിൽ തേക്കുന്നത്. ആയുർവേദിക് ഡോക്ടർമാരുണ്ട്, ഡെൻ്റൽ ഡോക്ടർമാരുണ്ട്, സാധാ MBBS ഫിസിഷ്യൻ പോലെയുള്ള ഡോക്ടർമാരുണ്ട്. കൂടുതലും ആയുർവേദ ഡോക്ടർമാരാണ് നമ്മുടെ ഓയിൽ തേക്കുന്നത്. എനിക്ക് അതൊരു ഭയങ്കര അത്ഭുതമാണ് കേട്ടോ. ഡോക്ടർ എന്നും പറഞ്ഞ പേര് വരുമ്പോഴേ ഞാനിവിടെ മക്കളെയൊക്കെ കാണിക്കും കേട്ടോ. കാരണം എൻ്റെ ഓയിലിന് അത്രയും ഒരു ഗുണമുള്ളത് കൊണ്ടാണല്ലോ അവരൊക്കെ തേച്ചിട്ട് ഇപ്പോൾ ഡോക്ടേഴ്സായിട്ടിരിക്കുന്നവർക്ക് സമയമൊന്നുമില്ലാതെ ഈ കെമിക്കൽ ക്രീമുകളൊന്നും തേക്കാതെ എൻ്റെ ഓയിൽ വാങ്ങിച്ച് തേക്കുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. അവരൊക്കെ കറക്റ്റായിട്ട് വാങ്ങിക്കുന്നവരാണ് കേട്ടോ. അവർ പിന്നെ ഒരുപാട് ആൾക്കാരോട് പറഞ്ഞു കൊടുത്തും എൻ്റെ ഓയിൽ വാങ്ങിപ്പിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒരുപാട് സന്തോഷമുണ്ട് എൻ്റെ ഓയിലിനെ പറ്റി. എനിക്ക് തന്നെ സത്യം ഞാൻ പറയുക. ഇന്നത്തെ വീഡിയോയിലോട്ട് നമ്മൾ കിടക്കട്ടെ. ഇപ്പം ഞാൻ കുറേ ദിവസമായി എൻ്റെ മുഖത്ത് എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുത്തിട്ട് എൻ്റെ പനിയൊക്കെ മാറി കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പായ്ക്കുകൾ ഇടാമെന്ന് വെച്ചാൽ. പായ്ക്കുകളിനകത്ത് നമ്മൾ അതിനെ ഒന്ന് ചാലിച്ചെടുക്കാൻ വേണ്ടി തൈരോ പാലോ റോസ് വാട്ടറോ ഒക്കെ അല്ലേ നമ്മൾ ആഡ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ ഒരു തണുപ്പല്ലേ, നമുക്ക് പനി വീണ്ടും കൂടാനും ഒക്കെ സാധ്യതയുള്ളത് കൊണ്ട് ഞാനിത് പനി നന്നായിട്ട് കുറയട്ടെ എന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ എന്നാലും നമ്മുടെ എന്താ പറയുന്നത്, കുറേ ദിവസം ആകുമ്പോൾ നമുക്ക് ഒരു പായ്ക്ക് മുഖത്ത് ഇട്ട് കൊടുക്കാം. ബ്ലാക്ക് ഹെഡ്സ് ഉണ്ടാകാതെ വൈറ്റ് ഹെഡ്സ് ഉണ്ടാകാതെ. വൈറ്റ് ഹെഡാണ് നമുക്ക് കൂടുതലും വരുന്നത്. കാരണം നമ്മൾ വെളിയിലോട്ടൊക്കെ നമ്മൾ ഇറങ്ങിപ്പോകുമ്പോൾ പൊടിയും അങ്ങനെ അന്തരീക്ഷ മലിനീകരണമൊക്കെ നമുക്കറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്ക് ആഴ്ചയിൽ ഒന്നെങ്കിലും മസ്റ്റായിട്ടും പായ്ക്കുകളിട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഫസ്റ്റ്, അതായത് ഇപ്പോൾ നമ്മൾ കുറേ ദിവസമായില്ലേ, ഞാനിത് ഇവിടെ ഒരു ചെറിയ ബൗൾ എടുത്തിട്ടുണ്ട്. കുറേ ദിവസമായില്ലേ ഒരു പായ്ക്ക് മുഖത്ത് ഇട്ട് കൊടുത്തിട്ട്. അതുകൊണ്ട് ഇത് പായ്ക്കായിട്ടാണ് കേട്ടോ. ഇത് കടലമാവാണ്. കടലമാവ് ഇതാ നമ്മുടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തു. ഇങ്ങനെ ഇത്രയും മതി. നമ്മുടെ ഫേസിന് ആവശ്യമായ കടലമാവ് നല്ലതുപോലെ ഞാനിത് പായ്ക്ക് അല്ല ടിന്നിലിട്ട് വെക്കാൻ മറന്നുപോയി. പക്ഷേ ഫ്രിഡ്ജിലാണ് വെച്ചിരുന്നത്, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മുടെ തൈര്, ഞാനിവിടെ തൈരും നമ്മുടെ കടലമാവും കൂടെയാണ് മുഖത്തിട്ട് കൊടുക്കുന്നത്. തൈരിൻ്റെ ഗുണങ്ങൾ അറിയാൻ മേലാത്തവരാരുമില്ല. ഇനിയും ഞാൻ തൈരിൻ്റെ ഗുണങ്ങൾ നിങ്ങളുടെ അടുത്ത് പറഞ്ഞുകൊണ്ടിരുന്നാൽ നിങ്ങൾ എന്നെ അടിക്കാൻ വരും. കാരണം എൻ്റെ തൈരിൻ്റെ വീഡിയോ ആണ് വൈറലായ വീഡിയോ. എൻ്റെ തൈരിൻ്റെ വീഡിയോ കണ്ടിട്ടാണ് എന്നെ എല്ലാവരും അറിഞ്ഞത്, എന്നെ എല്ലാവരും മനസ്സിലാക്കിയത്, ശുഭനായ വ്ളോഗിനെ എല്ലാവർക്കും ഇഷ്ടമായത്. അതൊക്കെ തൈരിൻ്റെ ഒരു വീഡിയോ കണ്ടതിന് ശേഷമാണ് കേട്ടോ. അപ്പോൾ തൈരിനെപ്പറ്റി ഇനിയും പറഞ്ഞുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് ദേഷ്യം വരും. നമ്മളെ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന മിക്കവരും ഇച്ചിരി കുറുകിപ്പോയി. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ തൈര് ഒഴിച്ചു കൊടുക്കാവേ. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഫേസിലേക്ക് ഇട്ട് കൊടുക്കാം. എനിക്ക് ചെറുതായിട്ട് വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഒക്കെ ചെറുതായിട്ട് പൊങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യമുണ്ട്, നമ്മൾ ഒരു 40 വയസ്സിന് മേളിലോട്ട് നമ്മൾ നമ്മുടെ സ്കിന്നൊക്കെ ഡള്ളായിരിക്കുക, നമുക്ക്
ഓടിപ്പിടിച്ച് ജോലിയൊക്കെ ചെയ്യുകയും കുടുംബത്തിലെ കാര്യമൊക്കെ നോക്കുകയും അങ്ങനെയൊക്കെ ആയിട്ട് നമുക്ക് ഇതിലൊന്നും ഒരു സമയവും കിട്ടിയില്ല. നമ്മുടെ സ്കിന്നൊക്കെ വല്ലാണ്ടായിപ്പോയി. എന്നാലും ഇന്ന് തുടങ്ങിയാൽ മതി. അയ്യോ എൻ്റെ മുഖം ഇങ്ങനെയൊക്കെ ആയിപ്പോയല്ലോ, ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാണ്, ഇനിയിപ്പോൾ ഞാൻ ഒന്നും ചെയ്യുന്നില്ല, ഇങ്ങനെയൊക്കെ ഇരിക്കട്ടെ, എനിക്ക് വയസ്സും പ്രായമൊക്കെ ആയി. ഒരു 40 വയസ്സെന്നും പറയുന്ന ഒരു പ്രായവും അല്ല കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ നന്നായിട്ട് ഈ ഒരു ചെറിയൊരു മസാജും കൂടെ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഞാനിപ്പം രാവിലെ കുളിച്ചതാണ്. ഇന്ന് പ്രദോഷമാണ്. ഇന്ന് ഞാൻ അമ്പലത്തിൽ പോകുന്നില്ല, ഇവിടെ ഇരുന്നൊക്കെ പ്രാർത്ഥിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ എന്നാലും ഒന്ന് ദേഹം കഴുകണം. അപ്പോൾ എന്നാൽ കഴുത്തേലും കൂടി ഇട്ടേക്കാം അല്ലേ. ഇതിൻ്റെ ബാക്കി നമുക്ക് നമ്മുടെ കയ്യിലും ഒക്കെ ഇട്ട് കൊടുക്കാവേ. ഇനി നമുക്ക് മിണ്ടാതിരുന്ന് ഒരു 5 മിനിറ്റ് ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാവേ. ഈ 15 മിനിറ്റിന് ശേഷം മുഖം വാഷ് ചെയ്തിട്ട് വരാവേ. 15 മിനിറ്റ് കഴിഞ്ഞു. നന്നായിട്ട് മുഖം വാഷ് ചെയ്തു. നമ്മുടെ ഫേസിലുള്ള ഡസ്റ്റും ഡർട്ടും എല്ലാം പോയി. മുഖം നല്ല ക്ലീനായി. മുഖത്തിന് നല്ലൊരു വെട്ടം വന്നു. ഇനി ഓയിൽ കയ്യിലില്ലാത്തവർ കുറച്ച് അലോവേരയുടെ വീട്ടിൽ അലോവേര ഉണ്ടെങ്കിൽ ഒരു ചെറിയ കഷ്ണം എടുത്തിട്ട് മുഖം മുഴുവൻ തേച്ച് കൊടുക്കുക. അതല്ല നിങ്ങളുടെ കയ്യിൽ മോയ്സ്ചറൈസറായിട്ട് അലോവേര ജെല്ല്, ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ബേബീസ് പിള്ളേരുടെ അലോവേര ജെല്ലുണ്ട് കേട്ടോ. അത് നമുക്ക് ഒരുപാട് 85 വയസ്സുള്ളവർക്ക് വരെ ഇത് തേക്കുന്നതിന് കുഴപ്പമില്ല കേട്ടോ. അതിനകത്ത് കെമിക്കലൊക്കെ കുറവാണ്. അപ്പം അതുണ്ടെങ്കിൽ അത് ഞാനിവിടെ തേക്കുന്നത് നമ്മുടെ ഉരുളിക്കകത്തുനിന്ന് മിച്ചമുള്ളത് ശേഖരിച്ച് വയ്ക്കുന്ന ഒരു പാത്രമാണ്, എൻ്റെ അറിയാമല്ലോ. അപ്പോൾ ഞാനൊരു സ്വല്പം ഓയിൽ, ഇത്രയും ഓയിലെടുത്തിട്ട് ഞാൻ ഇതാണ് ഞാൻ എൻ്റെ മുഖത്തേക്ക് ഞാനിപ്പോൾ തേച്ച് കൊടുക്കാൻ പോകുന്നത്. കണ്ടോ, ഒരുപാട് വലിയ മസാജ് ഒന്നും ചെയ്യുന്നില്ല. ഒന്ന് തേച്ച് കണ്ണിൻ്റെ ചുറ്റിനും. ഇന്ന് 7:30 ലൈവ് ഉണ്ട്, എല്ലാവരും വരണേ. നല്ലപോലെ ഒന്ന് തേച്ചിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം. ഇത് കണ്ടോ, ഞാൻ എപ്പോഴും പറയും നമ്മുടെ ചുണ്ടയിലും നമുക്ക് ടാനിൻ്റെ പ്രശ്നമുണ്ട്. അപ്പോൾ കടലമാവും തൈരും കൂടെ തേച്ചപ്പോഴേക്കും നമ്മുടെ ചുണ്ടിൻ്റെ മാറ്റം കണ്ടോ. ഇനി ഈ ഓയിലും കൂടെ തേക്കുമ്പോഴേക്കും ചുണ്ട് നല്ല ലിപ്സ്റ്റിക് ഇട്ട പോലെ ആവും കണ്ടോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്തു നോക്കണം. പിന്നെ ഓയിൽ കയ്യിലുള്ളവർ എന്നോട് എപ്പോഴും ചോദിക്കുന്ന കാര്യമാണ്, പായ്ക്കാണോ ഓയിലാണോ ആദ്യം ഇടേണ്ടതെന്ന്. പായ്ക്കാണ് ആദ്യം ഇടേണ്ട കേട്ടോ. പായ്ക്കിട്ടിട്ട് പായ്ക്ക് എന്നും ഒന്നും ഇടണമെന്നല്ല പറയുന്നത്. ഇതുപോലെയുള്ള ഓരോ പായ്ക്കുകൾ പറയത്തില്ല. ഇപ്പം കടലമാവ് ചേരുന്നത്, മുൾട്ടാണി മുട്ടി ചേരുന്നത്, അങ്ങനെയുള്ള പായ്ക്കുകൾ ഇടുമ്പോൾ നമ്മൾ സ്വല്പം ഓയിൽ തേച്ച് കൊടുക്കും, നല്ലതാണ്. കണ്ടോ എന്തോ ഒരു മാറ്റം വന്നെന്ന് കണ്ടോ. നിങ്ങളുടെ മുഖത്തെ കരിമങ്കല്യം ഉള്ളവരൊന്നും ആരും വിഷമിക്കേണ്ട കേട്ടോ. കരിമങ്കല്യമൊക്കെ നന്നായിട്ട് നമ്മുടെ ഓയിലും കൊണ്ട് മാറും കേട്ടോ. അപ്പം ഇന്ന് വരെയുള്ള ഓർഡർ ഫുള്ള് ഞാൻ തീർത്ത് വിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം ആർക്കെങ്കിലും ഓയിലൊക്കെ കിട്ടാതിരുന്നിട്ടുണ്ടെങ്കിൽ പറയണം കേട്ടോ. നല്ലൊരു സുഖമാണ് നമ്മുടെ ഓയിൽ മുഖത്ത് തേച്ച് കഴിയുമ്പോൾ. അപ്പം എല്ലാവരുടെയും കറുപ്പും കാര്യങ്ങളൊക്കെ നമ്മുടെ ഓയിലും കൊണ്ട് മാറും കേട്ടോ. അപ്പോൾ വൈകിട്ട് ലൈവിൽ വരാം, എല്ലാവരും വരണം കേട്ടോ, 7:30 ലൈവിൽ. അപ്പോൾ ബൈ.